ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തേർഡ് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. ഇഫ് 13% ഓഫ് എ നമ്പർ ഈസ് 65, ദെൻ ഫൈൻഡ് ദ നമ്പർ. അതായത് ഏതോ ഒരു നമ്പറിൻ്റെ 13% എന്ന് പറയുന്നത് 65 ആണെങ്കിൽ ആ നമ്പർ കണ്ടെത്താനാണ് പറയുന്നത്. ഇത് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് കണ്ടെത്താം. ഫസ്റ്റ് വൺ ഒരു കൺവെൻഷണൽ മെത്തേഡ്, സാധാരണ നമ്മൾ എക്സ് വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡിലൂടെ ചെയ്യാം. ദെൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡും കാണിച്ചു തരാം. ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ആ നമ്പർ എടുക്കുന്നത്, നമുക്ക് കണ്ടെത്താനുള്ള നമ്പർ. അതിൻ്റെ 13% ആണ് 65 എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ് എന്ന നമ്പറിൻ്റെ 13% ആണ് 65 എന്ന് പറയുന്നത്. ഇത് നമുക്ക് കണ്ടെത്താനുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 13 എക്സ് ഇസ് ഈക്വൽ ടു ബൈ 100. ഇത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 100 ആവും. അതായത് 65 ഇൻറ്റു 100. അപ്പോൾ 13x is equal to 6500. x is equal to 600 and 500. ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ആയിപ്പോവും. അപ്പോൾ 13. സോ x is equal to 500. ഇതാണ് കൺവെൻഷൻ ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഖ്യയുടെ 13% ആണ് 65 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 13%നെ ഏതോ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 65 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 13നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 65 കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 65 കിട്ടുന്നത്. അപ്പോൾ ആ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ 100% ആണ്. ഏതൊരു നമ്പറിൻ്റെയും പെർസെൻറ്റേജ് വരുന്നത് 100% ആണ്. ആ നമ്പർ കിട്ടാൻ ഫുൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ 100% എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോമൺ ഫാക്ടർ, ഈ ഒരു അതേ എമൗണ്ട് വെച്ച് നമുക്ക് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇൻറ്റു 5. അപ്പോൾ എത്രയാണ് 100 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 500. അപ്പോൾ സെയിം. പക്ഷേ ഇതാണ് ഒന്നുകൂടെ എളുപ്പമുള്ള മെത്തേഡ്, ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.